പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്തു. ബാംഗ്ലൂരുവിൽ വെച്ചാണ് സംഭവം. സ്വയം വെടിയുതിർത്താണ് മരണം എന്നാണ് പ്രാഥമിക വിവരം. ആദായനികുതി വകുപ്പിന്റെ പരിശോധന സി.ജെ. റോയിയുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സമയത്താണ് അശോക് നഗറിലുള്ള ഓഫീസിൽ വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർത്തത്. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ബിസിനസ് സംരംഭങ്ങൾ സി.ജെ. റോയ്ക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലും കഫേയിലും അടക്കം ഇന്ന് ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെയാണ് മുറിയിലേക്ക് പോയ സി.ജെ. റോയ് ലൈസൻസുള്ള തന്റെ സ്വന്തം തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുന്നത്. പ്രമുഖ കൺസ്ട്രക്ഷൻ സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് 75കാരനായ സി.ജെ. റോയ്. മലയാളത്തിലെ പല റിയാലിറ്റി ഷോകളുടെയും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നതുകൊണ്ടും മലയാളികൾക്ക് ഏറെ ചിരപരിചിതനാണ് ഡോക്ടർ സി.ജെ. റോയ്. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി എത്തിയത്. ഇതിനു മുൻപും സി.ജെ. റോയിയുടെ സ്ഥാപനങ്ങളിൽ നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇ.ഡി. റെയ്ഡ് നടന്നിരുന്നു. ഈ പരിശോധനകൾക്കെതിരെ സി.ജെ. റോയ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് ബാംഗ്ലൂരുവിലെ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്. ചില രേഖകൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് സി.ജെ. റോയ്ക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല എന്നാണ് വിവരം. റെയ്ഡ് നടക്കുന്നതിനിടെ ഓഫീസ് മുറിയിലേക്ക് പോയ സി.ജെ. റോയ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചാണ് സ്വയം തലയ്ക്ക് വെടിയുതിർത്തത്. ഈ തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സി.ജെ. റോയിയെ ഉടനെ തന്നെ HSRലെ ഔട്ട്ലെ നാരായണ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല.